ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ നമ്മൾ നമ്മുടെ SCRT സീരീസ് ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എടുത്തിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ഈ സിലബസുമായിട്ട് അടുത്ത് നിൽക്കുന്ന സിലബസിൻ്റെ കൊടുത്തിരിക്കുന്ന എല്ലാ SCRT ചാപ്റ്റേഴ്സും നമ്മൾ ആദ്യം കവർ ചെയ്ത് പോട്ടെ. 8-9 ക്ലാസ്സിലെ ക്ലാസ്സുകളാണ് കേട്ടോ നമ്മൾ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പോണത്. ഞാൻ കേരള ഹിസ്റ്ററിയിലുള്ള എല്ലാ നമ്മുടെ കേരള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും SCRTയിലെ 8, 9, 10 എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ തീർക്കും. അത് കഴിഞ്ഞിട്ട് ഒരു മോക്ക് ടെസ്റ്റ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഞാനൊരു Q&A ഫോമിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതേപോലെ ഇതിലേക്ക് കോപ്പി ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് അതേപോലെ ഒരുപാട് വൈഡാണ്. അപ്പോൾ അതേപോലെ ഇങ്ങനെ വായിച്ച് പോയിട്ട് നമ്മുടെ സമയം കുറേയൊക്കെ വായിച്ച് നമ്മുടെ സമയം പോകാന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് ലാസ്റ്റിലേക്ക് പഠിക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതേപോലെ ഞാൻ അതിലേക്ക് കോപ്പി ചെയ്തിട്ട് വായിച്ച് തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് അതേപോലെ കോപ്പി ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എത്രയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത് എന്നാണ് 1741. പഴശ്ശിരാജയ്ക്ക് ശക്തമായ പിന്തുണ നൽകിയവർ ആരെല്ലാം? ഇതും ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ്? തലയ്ക്കൽ ചന്തു, എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ MN എന്നിവരാണ് പഴശ്ശിരാജയ്ക്ക് പഴശ്ശി യുദ്ധങ്ങളിൽ ശക്തമായിട്ടുള്ള പിന്തുണ നൽകിയവർ. അപ്പോൾ ഇത് നമുക്ക് പഴശ്ശിരാജ യുദ്ധങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അതിനിയും പോകുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറയാത്തത്. നമുക്ക് ഈ ടെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ച് പോകുന്നത്. പോകെ നമ്മൾ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും SCRTയിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്ന വർഷം എത്രയാണ്? 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം ഉടമ്പടി നടക്കുന്നത് കേട്ടോ. 1792 മാർച്ച് 18 ഡേറ്റ് വർഷം ഓർത്തിരിക്കണേ. ആരൊക്കെ തമ്മിലായിരുന്നു? ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? മലബാർ, കൂർഗ് തുടങ്ങിയ പ്രദേശങ്ങളായിരുന്നു. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശങ്ങളായിരുന്നു മലബാർ, കൂർഗ് മുതലായവ. പഴശ്ശി കാലത്തെ വിനിമയ നാണയത്തിൻ്റെ പേര് എന്തായിരുന്നു? പഗോഡ എന്നുള്ളതായിരുന്നു കേട്ടോ. നമ്മുടെ പഴശ്ശിരാജയെ പിടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3000 പഗോഡ, അങ്ങനെ ഓരോരുത്തരെ പിടിച്ചു കൊടുക്കുകയാണെന്നെങ്കിൽ ഇത്ര 1500, 500 പഗോഡകളൊക്കെ കൊടുക്കാനായിരുന്നു അന്നത്തെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഗോഡയാണ് ആ പഴശ്ശി കാലത്തെ വിനിമയ നാണയത്തിൻ്റെ പേര് എന്ന് പറയുന്നത്, പഗോഡ. പഴശ്ശിരാജ വീരമൃത്യു വരിച്ചതെന്നാണ്? 1805 നവംബർ 30 കേട്ടോ. മാവിലാന്തോട് വെച്ചിട്ട് പഴശ്ശിരാജ വീരമൃത്യു വരിക്കുന്നതെന്നാണ്? 1805 നവംബർ 30. ഒരു സമയത്ത് നമ്മുടെ പ്രിലിംസിനൊക്കെ മിക്കവാറും 10th പ്രിലിംസിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ ഈ SCRTയിൽ ഈ കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് നമ്മുടെ പ്രിലിംസിൽ ചോദിക്കാൻ പറ്റിയ നല്ല ക്വസ്റ്റ്യൻസ് ആണേ. അപ്പം നന്നായിട്ട് പഠിച്ചോളുക. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും ഒപ്പിട്ട കരാറിലൂടെ തിരുവിതാംകൂർ ഭരണം ഏറ്റെടുത്ത ബ്രിട്ടീഷ് റെസിഡന്റ് ആരായിരുന്നു? മെക്കാളെ ആയിരുന്നു കേട്ടോ. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും ഒപ്പിട്ട കരാറിലൂടെ തിരുവിതാംകൂർ ഭരണം ഏറ്റെടുത്ത ബ്രിട്ടീഷ് റെസിഡന്റ് ആരായിരുന്നു? മെക്കാളെ. ഇനി അടുത്തതാണ് കുണ്ടറ വിളംബരം നടന്ന വർഷം എത്രയാണ്? 1809 ജനുവരി 11. 1809 ജാനുവരി 11 കുണ്ടറ വിളംബരം നടക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് കുറിച്യർ കലാപം എന്താണ് നടക്കുന്നത്? 1812 തലവനാരായിരുന്നു? രാമനമ്പിയായിരുന്നു അല്ലേ. കുറിച്യരുടെ തലവനാരായിരുന്നു? രാമനമ്പിയായിരുന്നു നയിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് വർഷമാണ്? 1812. ഇനി കുറിച്യർ കലാപം നടക്കാനുള്ള കാരണങ്ങൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കാരണം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. എന്തൊക്കെയായിരുന്നു? ഗോത്രജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു, പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ അനുവദിച്ചില്ല, നികുതിയായി സാധനങ്ങൾക്ക് പകരം എന്താവശ്യപ്പെട്ടു? പണം തന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആയതുകൊണ്ടാണ് 1812 കുറിച്യർ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. എന്തൊക്കെയായിരുന്നു കാരണമെന്ന് പറഞ്ഞത്? ഗോത്രജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു, പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ അനുവദിച്ചില്ല, നികുതിയായി സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു. ഇനി മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ. മലബാർ മാനുവൽ രചിച്ചതാരാണ്? വില്യം ലോഗൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഇനി നമുക്ക് അതേ ടെക്സ്റ്റിൽ കുറച്ച് സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രവർത്തനങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ളൊരു
ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതേപോലെ ഇതിലേക്ക് കോപ്പി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ കൊടുത്തിരിക്കുന്നത് വൈകുണ്ഠസ്വാമികളെയാണ്. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജം. അപ്പോൾ സമത്വ സമാജം ആര് സ്ഥാപിച്ചതാണ്? വൈകുണ്ഠസ്വാമികൾ. ശ്രീനാരായണ ഗുരു കേരളത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയനാണ് ശ്രീനാരായണ ഗുരു. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കുമെതിരെ പോരാടി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ച അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കോട്ടാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്, ഓർത്തിരിക്കണേ. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാസ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പി പൽപ്പു, ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ സ്വാധീനിക്കുകയുണ്ടായി. ഇനി അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനം ഏതായിരുന്നു? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമായിരുന്നു. അടുത്തത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അപ്പോൾ അവരുടെയൊക്കെ പ്രസ്ഥാനങ്ങൾ ഒന്ന് ഓർത്തിരിക്കണേ. ചട്ടമ്പി സ്വാമികൾ ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടെ ചോദിച്ചിട്ടുണ്ട്, ചട്ടമ്പി സ്വാമികളുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് നമ്മുടെ ഒരു യൂണിഫോം പോസ്റ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവരുടെ രചനകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇനി പോകെ നമ്മൾ അവരെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും നന്നായിട്ട് പഠിക്കുന്നതായിരിക്കുമേ. അടുത്തത് അയ്യങ്കാളി. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് ആദി ഭാഷയും പ്രാചീന മലയാളം എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. അടുത്തത് അയ്യങ്കാളി. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. വില്ലുവണ്ടി സമരം നയിച്ചതാരാണ്? അയ്യങ്കാളി. കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാന സമരങ്ങളായിരുന്നു. അപ്പോൾ വില്ലുവണ്ടി സമരവും കല്ലുമാല സമരവും നേതൃത്വം നൽകിയതാരാണ്? അയ്യങ്കാളിയാണ്. ഇവിടെ അത്രയും ഓർത്തിരിക്കുക കേട്ടോ. ഇനി അദ്ദേഹം കൊണ്ടുവന്ന പ്രസ്ഥാനത്തിൻ്റെ പേരെന്തായിരുന്നു? സാധുജന പരിപാലന സംഘം. അപ്പോൾ സാധുജന പരിപാലന സംഘം ആരുടെയാണ്? അയ്യങ്കാളിയുടെയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്ന് പറയുന്നത്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പ്രസ്ഥാനം. മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിൻ്റെയും സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചു. പ്രസ്ഥാനം ഏതാണ്? നായർ സർവീസ് സൊസൈറ്റി NSS ആണ്. മന്നത്ത് പത്മനാഭൻ്റെ പ്രസ്ഥാനം ഏതാണ്? നായർ സർവീസ് സൊസൈറ്റി. മദൻ മോഹൻ മാളവിയ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. നമ്മൾ ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൂട്ടോ. ഞാൻ ഈ ടെക്സ്റ്റിലുള്ള ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അടുത്താണ് പൊയ്കയിൽ യോഹന്നാൻ. ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരെന്തായിരുന്നു? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. കുമാര ഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്നു. പണ്ഡിറ്റ് KP കറുപ്പൻ കവിയും നാടകകൃത്തുമായ അദ്ദേഹം പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് അരയ സമാജം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ 10th പ്രിലിംസിന് ചോദിക്കാൻ മിക്കവാറും സാധ്യതയുള്ളത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളും അവിടുന്ന് തുടങ്ങിയ പ്രസ്ഥാനങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ. മുന്നത്തെ 10th പ്രിലിംസിലൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം കേട്ടോ. VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലും അറിയപ്പെട്ടു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നാടകം ആരാണ് രചിച്ചിരിക്കുന്നത്? VT ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാന സഭയാണ് യോഗക്ഷേമ എന്ന് പറയുന്നത്. യോഗക്ഷേമ സഭ. അടുത്തത് വാഗ്ഭടാനന്ദൻ. യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ്റെയാണ് കേട്ടോ. ആത്മവിദ്യാസംഘം എന്ന പ്രസ്ഥാനം ആര് സ്ഥാപിച്ചതാണ്? വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ്. ഇതൊക്കെ ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ
ശരിയായത് ഏത്, കൊടുത്തിരിക്കുന്ന ജോഡികൾ ശരിയായത് ഏത്, തെറ്റായത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? 1859 ജൂലൈ 26-നാണ്. ഇത് രണ്ടും ചോദിക്കുന്നതാണ് കേട്ടോ. ആരാണ് വിളംബരം പുറപ്പെടുവിച്ചതെന്നും ചോദിക്കാറുണ്ട്, വർഷവും ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് 1859 ജൂലൈ 26-ന് ചാനാർ സ്ത്രീകൾക്ക് മാറുമറിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് എഴുതി വെച്ചേക്കണേ. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഈ ഓരോ SCERT ചാപ്റ്ററിൻ്റെയും പേരെഴുതുക. നമ്മൾ എന്തായാലും ഒരു ചെറിയ ബുക്ക് കയ്യിൽ കരുതണം. അപ്പോൾ ഓരോ SCERT ചാപ്റ്റേഴ്സിൻ്റെയും ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി എന്ന് എഴുതിയിട്ട് ഓരോ SCERT ചാപ്റ്ററിൻ്റെയും പേരെഴുതിയിട്ട് അതിൻ്റെ താഴെ പറയുന്ന പോയിന്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾക്ക് അറിയുന്ന പോയിന്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ എഴുതി വയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് പിന്നീട് അത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആയിരിക്കുമേ. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരം ഏതായിരുന്നു? വൈക്കം സത്യാഗ്രഹമായിരുന്നു. എന്നാണ് ആരംഭിച്ചത്? 1924 മാർച്ച് 30-നായിരുന്നു കേട്ടോ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ് 1924 മാർച്ച് 30-ന് കേട്ടോ. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നടന്ന പ്രധാന സമരമായിരുന്നേ. ഇനി അത് നയിച്ചത് ആരൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ എന്നിവരായിരുന്നു വൈക്കം സത്യാഗ്രഹം നയിച്ചവരിലെ പ്രധാനികൾ എന്ന് പറയുന്നത് കേട്ടോ. ആരൊക്കെയായിരുന്നു? TK മാധവൻ, K കേളപ്പൻ, P കേശവമേനോൻ. ഇവ ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം 1924-ലെ വൈക്കം സത്യാഗ്രഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആരുടെ മധ്യസ്ഥതയിലാണ് സത്യാഗ്രഹം അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ആരുടെയാണ്? മഹാത്മാഗാന്ധിജിയുടെ മധ്യസ്ഥതയിലാണ് ഈ വൈക്കം സത്യാഗ്രഹം 1924-ൽ തുടങ്ങിയ വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നത്. ഇനി വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടത്തിയൊരു ജാഥയാണ് സവർണ ജാഥ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സവർണ ജാഥ ആരാണ് നടത്തിയത്? മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടത്തിയൊരു ജാഥയാണ് സവർണ ജാഥ എന്ന് പറയുന്നത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണ ജാഥ നടത്തിയിട്ടുണ്ടായിരുന്നത്. K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആരംഭിച്ച സത്യാഗ്രഹം ഏതായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹമായിരുന്നു. K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആരംഭിച്ച സത്യാഗ്രഹമാണ് 1931 നവംബർ 1-ന് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. 1931 നവംബർ 1. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG ആയിരുന്നു കേട്ടോ. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? അത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയായിരുന്നു കേട്ടോ. 1936 നവംബർ 12-ന് നടന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് മഹാത്മാഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേട്ടോ. ചോദിക്കാറുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ 1947-48 കാലഘട്ടത്തിൽ നടന്ന സമരം ഏതായിരുന്നു? അത് പാലിയം സത്യാഗ്രഹമായിരുന്നു കേട്ടോ. 1947-48 കാലഘട്ടത്തിൽ അയിത്തോച്ചാടനത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നടന്ന സമരമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നുകൊടുത്ത വർഷമാണ് 1948. ദേശീയ തലത്തിൽ കോൺഗ്രസിൽ ശ്രദ്ധേയമായി ഉണ്ടായിരുന്ന മലയാളികൾ ആരൊക്കെയായിരുന്നു? C ശങ്കരൻ നായർ, ബാരിസ്റ്റർ GP പിള്ള. അപ്പോൾ ഇവിടെ മാത്രമല്ല, അവിടെ ദേശീയ തലത്തിലും കോൺഗ്രസിൽ എന്തുണ്ടായിരുന്നു? മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? C ശങ്കരൻ നായർ, ബാരിസ്റ്റർ GP പിള്ള എന്നിവരായിരുന്നു. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയാണ്? പയ്യന്നൂരാണ് കേട്ടോ. പയ്യന്നൂർ. അവിടെ നേതൃത്വം കൊടുത്തത് K കേളപ്പനായിരുന്നു. ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? പയ്യന്നൂരാണ്. അവിടെ ആരാണ് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്? K കേളപ്പനാണ്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുറഹിമാൻ ആയിരുന്നു. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് ആരാണ് നേതൃത്വം കൊടുത്തത്? മുഹമ്മദ് അബ്ദുറഹിമാൻ. 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും ഏത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ് കോഴിക്കോട് എത്തിയത്? നിസ്സഹരണ ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ് 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും കോഴിക്കോട് എത്തിയത്. നിസ്സഹരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം നേരത്തെ തന്നെ മലബാറിൽ ഉണ്ടായിരുന്ന കുടിയാൻ പ്രശ്നവും കൂടെ ചേർന്നപ്പോൾ രൂപപ്പെട്ടൊരു കലാപമാണ് മലബാർ കലാപം എന്ന് പറയുന്നത് കേട്ടോ. 1921 നടന്ന മലബാർ കലാപം
എങ്ങനെയാണ് നിസ്സഹരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം തന്നെ എന്താണ് മുന്നേ മലബാറിൽ ചെറിയ ചെറിയ ലഹളകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എന്താണ് കുടിയാൻ പ്രശ്നവും കൂടെ ചേർന്നപ്പോൾ എന്തായി, അതൊരു കലാപമായിട്ട് മാറി. അതിൻ്റെ പേരാണ് മലബാർ കലാപം. 1921 നടന്ന മലബാർ കലാപം. ഈ 1921 മലബാർ കലാപം വ്യാപിച്ച താലൂക്കുകൾ ചോദിക്കാറുണ്ട്. ഏതൊക്കെയായിരുന്നു? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി കേട്ടോ. 1921 മലബാർ കലാപം വ്യാപിച്ച താലൂക്കുകളാണ് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്തവരിൽ പ്രമുഖർ ആരൊക്കെയായിരുന്നു? അലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ. ഇമ്പോർട്ടൻ്റ് ആണ്. മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്തവരിൽ പ്രമുഖർ ആരൊക്കെയായിരുന്നു? അലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ. അഖിലേന്ത്യാ വ്യാപകമായി ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതെന്നായിരുന്നു? 1942 ഓഗസ്റ്റ് 9 അഖിലേന്ത്യാ വ്യാപകമായിട്ട് ക്വിറ്റ് ഇന്ത്യ ആരംഭിക്കുന്നത്, ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത് 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന പ്രധാന ബോംബ് കേസ് ഏതായിരുന്നു? അത് കീഴരിയൂർ ബോംബ് കേസാണ് കേട്ടോ. 1942 നടന്ന കീഴരിയൂർ ബോംബ് കേസ്, അതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന പ്രധാന ബോംബ് കേസ്. ഇനി കീഴരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? ഡോക്ടർ KB മേനോൻ ആയിരുന്നു കേട്ടോ. കീഴരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ KB മേനോനാണ്. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതിനെതിരെ 1936 നടന്ന പ്രക്ഷോഭം ഏതായിരുന്നു? ഇലക്ട്രിസിറ്റി സമരമായിരുന്നു. 1936 നടന്ന പ്രക്ഷോഭമാണ് ഇലക്ട്രിസിറ്റി സമരം അഥവാ വൈദ്യുതി സമരം കേട്ടോ. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല സ്വകാര്യ കമ്പനിയായിട്ടുള്ള ചന്ദ്രിക കമ്പനിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതിനെതിരെ ഷൺമുഖം ചെട്ടിയാണ് ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെതിരെ എന്താണ് 1936 നടന്നൊരു സമരമാണ് തൃശ്ശൂർ ജില്ലയിൽ ഇലക്ട്രിസിറ്റി സമരം. ഓർത്തിരിക്കണേ. ഉത്തരവാദിത്ത ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ 1941 രൂപീകൃതമായ സംഘടന ഏതായിരുന്നു? അത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലമാണ് കേട്ടോ. അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരവാദിത്ത ഭരണം നേടുക എന്നുള്ളതായിരുന്നു. ഏത് വർഷമാണ് ഇത് രൂപീകൃതമായത്? 1941 അത് രൂപീകൃതമായിട്ടുള്ളത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ ആയിരുന്നു. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. അതിൽ VR കൃഷ്ണൻ എഴുത്തച്ഛനായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കേട്ടോ. തിരുവിതാംകൂറിൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ട നിവേദനമായിരുന്നു മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1 അർപ്പിച്ച മലയാളി മെമ്മോറിയൽ കേട്ടോ. GP പിള്ളയായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ പ്രമുഖൻ എന്ന് പറയുന്നത് കേട്ടോ. തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായിട്ടുള്ള പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ട നിവേദനമായിരുന്നു മലയാളി മെമ്മോറിയൽ കേട്ടോ. വർഷം ചോദിക്കും. 1891 ജനുവരി 1 കേട്ടോ. ആരായിരുന്നു? GP പിള്ളയാണ് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിനെതിരെ ഈഴവർക്കും സർക്കാർ ജോലികളിൽ മതിയായിട്ടുള്ള പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈഴവർ സമർപ്പിച്ച, അതായത് P പൽപ്പു നേതൃത്വം കൊടുത്ത് ഈഴവർ സമർപ്പിച്ച ഒരു നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. വർഷം എത്രയാണ്? 1836 സെപ്റ്റംബർ 3 കേട്ടോ. 1836 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ വിഭാഗക്കാർ രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായി നടത്തിയ പ്രക്ഷോഭമാണ് 1932 നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് കേട്ടോ. അത് ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ വിഭാഗക്കാർ രാഷ്ട്രീയ സമിതി രൂപീകരിച്ചിട്ട് സംയുക്തമായിട്ട് നടത്തിയൊരു പ്രക്ഷോഭമാണ് 1932 നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഈ നിവർത്തനം എന്ന പേര് നൽകിയത് IC ചാക്കോയാണ് കേട്ടോ. നിവർത്തന പ്രക്ഷോഭത്തിലെ നിവർത്തനം എന്ന പേര് നൽകിയത് IC ചാക്കോയാണ്. ഈ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? C കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തവരിൽ ഉൾപ്പെട്ടവർ ആരെല്ലാം എന്ന് ചോദിച്ചാൽ ആരാണ്? C കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? പട്ടം താണുപിള്ളയായിരുന്നു കേട്ടോ. ചോദിക്കാറുണ്ട്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റാണ് പട്ടം താണുപിള്ള. സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. നമ്മൾ നേരത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു അല്ലേ? സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നതും പിന്നീട് നാട് കടത്തപ്പെടുകയും ചെയ്യപ്പെട്ട വ്യക്തിയാണ് K രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ.
1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരായിരുന്നു? സി കുഞ്ഞിക്കാവമ്മയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണേ. 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതയായിരുന്നു സി കുഞ്ഞിക്കാവമ്മ. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? അത് തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു കേട്ടോ. 1947 തൃശ്ശൂർ വെച്ചിട്ടാണ് ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത്. 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ. 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. തിരുക്കൊച്ചി സംയോജനം നടത്തുന്നതെന്നാണ്? 1949 ജൂലൈ 1-നാണ്. തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത് 1949 ജൂലൈ 1. കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കല്ലുകൾ അറിയപ്പെട്ടിരുന്ന പേര്? കൊതിക്കല്ല് എന്നാണ് കേട്ടോ. കൊതിക്കല്ല്. കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കല്ലുകൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കൊതിക്കല്ല് എന്ന പേരിലായിരുന്നു കേട്ടോ. കൊതിക്കല്ല്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി നിലവിൽ വന്ന കമ്മീഷൻ ഏതായിരുന്നു? ഫസൽ അലി കമ്മീഷനായിരുന്നു. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1-നാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്തത് എന്ന്? ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, വിളവൻകോട്, കൽക്കുളം. ഇപ്പോൾ നടന്ന ഏതോ ഒരു മെയിൻ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്തത് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, വിളവൻകോട്, കൽക്കുളം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ 10th പ്രിലിംസിൽ ചോദിക്കാൻ പറ്റിയ നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി 9, 10 ചാപ്റ്റേഴ്സ് നമ്മൾ ഉടനടി തന്നെ കവർ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ ഹിസ്റ്ററി കഴിഞ്ഞതിന് ശേഷം, കേരള ഹിസ്റ്ററി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ എല്ലാ ബേസിൽ നമ്മൾ ഈ SCERT നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിങ്ങളുടെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ മാത്രം കേട്ടോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത കൂട്ടുകാർക്ക്, PSC പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ കറണ്ട് അഫെയർ 2026 കറണ്ട് അഫെയർ ഞാൻ ഇടും. പ്രത്യേക പ്ലേലിസ്റ്റിലായിരിക്കും കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. എല്ലാത്തിൻ്റെ നോട്ടും സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സുഖമായിരിക്കും. പിന്നെ 2026 PSC ബുള്ളറ്റിൻ ഈ വേർഷൻ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് 2025 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫാക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് ദിവസം ഒരു അരമണിക്കൂർ കറണ്ട് അഫെയറിന് വേണ്ടിയിട്ട് ചിലവഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിലുള്ളത് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം തീർക്കാൻ കഴിയും കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുമ്പോഴും വെറുതെ വായിച്ച് പോയിട്ട് കാര്യമില്ല. കറണ്ട് അഫെയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് വെക്കും കൂടെ വേണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.